ബദറിൽ പങ്കെടുത്ത ഏറ്റവും പ്രായം കുറഞ്ഞ ആൾ അതാരാ? 15 അല്ലെങ്കിൽ 16 വയസ്സുള്ള ഒരു സഹാബിയാണ്. ഒരിക്കലും നിങ്ങൾ പേര് മറക്കരുത്. ഉമൈർ ഇബ്നു അബി വഖാസ് റളിയല്ലാഹു അൻഹു ആണ് ബദറിൽ പങ്കെടുത്ത ഏറ്റവും പ്രായം കുറഞ്ഞ സഹാബി. കുട്ടി എന്ന് വേണമെങ്കിൽ പറയാം. 15 അല്ലെങ്കിൽ 16 വയസ്സുള്ള. ഈ പേര് നിങ്ങൾ എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ? ഈ പേര് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. പക്ഷെ വേറൊരു പേര് കേട്ടിട്ടുണ്ടാവും, സഅദ് ബിൻ അബി വഖാസ് റളിയല്ലാഹു അൻഹു, അല്ലേ? അശറത്തുൽ മുബശ്ശിരീൻ, സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കപ്പെട്ട വളരെ പ്രധാനപ്പെട്ട സഹാബി. സഅദ് ബിൻ അബി വഖാസിൻ്റെ ഇളയ അനുജനാണ്, സഹോദരനാണ് ഉമൈർ ഇബ്നു അബി വഖാസ് റളിയല്ലാഹു അൻഹു. സഅദ് റളിയല്ലാഹു അൻഹു പറയാണ്, ബദർ യുദ്ധമായി ഈ 1 കിലോമീറ്റർ അപ്പുറം പോയിട്ട് റസൂലുള്ളാഹി നിർത്തി സൈന്യത്തേക്ക് ഇങ്ങനെ പരിശോധിച്ച് നോക്കുന്ന സമയത്ത് ഞാൻ എൻ്റെ സഹോദരൻ നോക്കിയപ്പോൾ അവനിങ്ങനെ ഒളിച്ച് കളിക്കുന്നു, ബാക്കിലേക്ക് ഇങ്ങനെ മാറി മാറി പോകുന്നു, റസൂലുള്ളാഹിയിൽ നിന്ന് വിദൂരമാകുന്നത് കണ്ടു. ഞാൻ എൻ്റെ സഹോദരനെ വിളിച്ചു ചോദിച്ചു, മാലക്, എന്ത് പറ്റി? എന്താ നീ ഇങ്ങനെ ഒളിച്ച് കളിക്കുന്നത്? അപ്പോൾ അവൻ പറഞ്ഞു, ഇന്നി അഖാഫു അൻ യറാനി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബിതങ്ങൾ എന്നെ കാണുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നു. ഫയസ്തസിറുനി, എന്നിട്ട് എൻ്റെ പ്രായം ചോദിക്കുമ്പോൾ എന്നെ ചെറുതായി മനസ്സിലാക്കിയിട്ട് ഫൈറുദ്ദുനി, എൻ്റെ കൂട്ടുകാരന്മാരെപ്പറ എന്നെ തിരിച്ചേക്കുമെന്ന് എനിക്ക് പേടിയായിട്ട് റസൂലുള്ളാഹി കാണാണ്ട് ഞാൻ ഒളിച്ച് നടക്കുകയാണ്. വാന ഉഹിബ്ബുൽ ഖുറൂജ്, കാക്ക എനിക്ക് പോകാൻ നല്ല ആശയുണ്ട്. അതിനുശേഷം അദ്ദേഹം പറഞ്ഞൊരു വാക്ക്, ലഅല്ലല്ലാഹ യർസുഖ്നി ഷഹാദ, ഒരു പക്ഷേ അള്ളാഹു എനിക്ക് ഷഹാദത്ത് നൽകിയാലോ എന്ന്. സുബ്ഹാനല്ലാഹ്, 15-16 വയസ്സുള്ള സഹാബിയാണ്. ഒന്ന് ആലോചിച്ച് നോക്കണം, ഇവരെന്തിനാ പുറപ്പെട്ടത്? അബൂ സുഫിയാൻ്റെ കച്ചവട സംഘത്തെ പിടിക്കാൻ വേണ്ടിയാണ് പുറപ്പെട്ടത്. ഇദ്ദേഹം മുഹാജിറായ സഹാബിയ, മക്കത്ത് സ്വത്തുക്കളും സമ്പത്തും ഒക്കെ വിട്ട് വന്ന് ദാരിദ്ര്യത്തിൽ പട്ടിണിയിൽ കഴിയുന്ന സഹാബിയ. ഇദ്ദേഹം പറയേണ്ട വാക്കെന്തായിരുന്നു? നമ്മളൊരു കച്ചവട സംഘത്തെ പിടിക്കാൻ വേണ്ടി പോവല്ലേ, ചിലപ്പോൾ അവിടെ നമുക്ക് ഒരു ഒട്ടകത്തെ കിട്ടിയാലോ, തിന്നാൻ എന്തെങ്കിലും കിട്ടിയാലോ, വസ്ത്രം കിട്ടിയാലോ, എന്തെങ്കിലും സമ്പത്ത് കിട്ടിയാലോ എന്നൊക്കെയല്ലേ പറയണ്ടേ. പക്ഷെ അദ്ദേഹം ഉക്കാക്കാനോട് പറഞ്ഞ വാക്ക് ലഅല്ലല്ലാഹ യർസുഖ്നി ഷഹാദ, ഒരു പക്ഷേ അള്ളാഹു എനിക്ക് ഷഹാദത്ത് നൽകിയാലോ, അതുകൊണ്ട് എന്നെ ചെറിയ കുട്ടിയാന്ന് പറഞ്ഞ റസൂലുള്ളാഹി തിരിച്ചേക്കാൻ പാടില്ല, അതുകൊണ്ട് നബിതങ്ങൾ കാണാതെ ഞാൻ ഒളിച്ച് നടക്കുക എന്ന് പറഞ്ഞു. പക്ഷേ റസൂലുള്ളാഹിനെ അങ്ങനെ പറ്റിക്കാനൊന്നും പറ്റില്ല. എത്ര തിരക്കുണ്ടെങ്കിലും ഒരാൾ പോലും റസൂലുള്ളാഹിക്ക് മിസ്സാവില്ല, റസൂലുള്ളാഹി കണ്ടുപിടിക്കും. ഉമൈർ ഇബ്നു അബി വഖാസിനെയും റസൂലുള്ളാഹി വിളിച്ചു. പ്രായം എത്രയാണെന്ന് ചോദിച്ചു. പ്രായം പറഞ്ഞപ്പോൾ റസൂലുള്ളാഹി പറ്റൂല, നീ തിരിച്ചു പോകണം, നിൻ്റെ കൂട്ടുകാരെ പ്രതാ അവർ പോകുന്നുണ്ട്, തിരിച്ചു പോയിക്കോ എന്ന് പറഞ്ഞു. ഇത് കേട്ട മാത്രമേ ഉമൈർ ഇബ്നു അബി വഖാസ് റളിയല്ലാഹു അൻഹു പൊട്ടിക്കരഞ്ഞു, വിഷമം താങ്ങാൻ വയ്യാതെ, സങ്കടം കൊണ്ട് പൊട്ടിക്കരഞ്ഞു. അദ്ദേഹത്തിന് ആ കരച്ചിൽ കണ്ട് സഹതാപം തോന്നിയിട്ട് റസൂലുള്ളാഹി അദ്ദേഹത്തിനോട് വന്നു എന്ന് പറഞ്ഞു. സാരില്ല, നീയും കൂടെ വന്നു, നമ്മൾ കൊണ്ടുപോകാമെന്ന് പറഞ്ഞ് റസൂലുള്ളാഹി അദ്ദേഹത്തെയും ബദറിലേക്ക് കൊണ്ടുപോയി. സഅദ് ബിൻ അബി വഖാസ് റളിയല്ലാഹു അൻഹു പറയാം, അദ്ദേഹത്തിൻ്റെ ചെറുപ്പം കാരണം പാവത്തിന് ആ വാളും വാളറയൊന്നും എടുത്തു വെക്കാൻ പോലും കഴിയുന്നുണ്ടായിരുന്നില്ല. ഞാനായിരുന്നു അവൻ്റെ വാളും വാളറയൊക്കെ എടുത്തു വെക്കുന്നതും ഒട്ടകത്തിൽ കെട്ടി വെച്ചു കൊടുക്കുന്നതൊക്കെ ഞാനായിരുന്നു. ആ പാവത്തിന് അത് പൊക്കാൻ പോലും മര്യാദക്ക് പറ്റുന്നില്ലായിരുന്നു. പക്ഷേ ഫകാന മിൻ തഖ്ദീരില്ലാഹി അസ്സ വജൽ അന്നഹു കാന മിൻ ശുഹദാഇ ബദർ, അള്ളാഹുവിൻ്റെ ഖദർ തീരുമാനത്തിൽപ്പെട്ടതായിരുന്നു. അദ്ദേഹം ആശിച്ചതുപോലെ വെറും 14 പേര് മാത്രമേ ബദറിലെ ശുഹദാക്കൾ ഉണ്ടായിരുന്നുവെങ്കിലും ആ 14 പേരിൽ ഒരാൾ ഉമൈർ ഇബ്നു അബി വഖാസ് റളിയല്ലാഹു എന്ന 15 വയസ്സ് പ്രായമുള്ള ഈ സഹാബിയായിരുന്നു. സുബ്ഹാനല്ലാഹ്. വന്നു കണ്ടു കീഴടക്കി എന്ന് പറഞ്ഞില്ലേ, അതേപോലെ വന്നു, കൊടുത്തു, കൊണ്ടുപോയി. അദ്ദേഹം വളരെ ആഗ്രഹത്തോടുകൂടി ബദറിലേക്ക് യുദ്ധം ചെയ്യാൻ വേണ്ടി അദ്ദേഹം വന്നു, കൊടുത്തു. എന്തിനാണ് കൊടുത്തത്? അദ്ദേഹത്തിൻ്റെ കയ്യിലുള്ള, കഴിഞ്ഞ ആഴ്ച നമ്മൾ പറഞ്ഞതുപോലെ അദ്ദേഹത്തിൻ്റെ കയ്യിലുള്ള കൊടുക്കാൻ പറ്റിയ ഏറ്റവും വിലപിടിപ്പുള്ള ആ ജീവൻ അദ്ദേഹം കൊടുത്തു, സമർപ്പിച്ചു, കൊണ്ടുപോയി. എന്താ കൊണ്ടുപോയത്? അള്ളാഹുവിൻ്റെ തൃപ്തിയും സ്വർഗവും വാങ്ങിച്ചെടുത്ത് ഒരിക്കലും അവസാനിക്കാത്ത സുഖസൗകര്യങ്ങളിലേക്ക് അദ്ദേഹം പോയി. ആഗ്രഹിച്ചതുപോലെ തന്നെ 14 പേരെ ഷഹീദായിട്ടുള്ളൂ. ആ 14 പേരിൽ ഒരാകാനുള്ള ഭാഗ്യം ആഗ്രഹിച്ചതുപോലെ തന്നെ ഇദ്ദേഹത്തിന് കിട്ടി.